Assalamualaikum dear friends. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴമയുടെ രുചിക്കൂട്ടുകൾ അടങ്ങിയ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന അടിപൊളി ടേസ്റ്റുള്ള ഓണം സദ്യ സ്പെഷ്യൽ മോര് കറിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയുടെ നിറമൊക്കെ മാറി ഉലുവ പൊട്ടി വരുമ്പോൾ 4 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 3 വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറുന്നവരെ ഒരു 20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഈ കറിയിൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് കിട്ടുന്നത്. കുറച്ച് വലിപ്പത്തിലുള്ള ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുക്കുക. ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ 10 എണ്ണം എടുക്കുക. ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞത് എടുക്കുക. ഇനി ഉള്ളി ഒരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗോൾഡൻ നിറാകും. ഇപ്പൊ ഉള്ളിയെല്ലാം ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി വേണം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് അധികം മഞ്ഞൾപ്പൊടി വേണ്ട എങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കൂടി പോകരുത്. 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. കൂടുതൽ മുളക് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ കറിയുടെ നിറം മാറിപ്പോകും. ഇനി മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറി കിട്ടുന്നവരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് ഒരു ബൗളില് 250 ml കപ്പിന് 2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ പുളി കുറവുള്ള തൈര് എടുക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് പുളിയുള്ള തൈരും എടുക്കരുത്. ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം എടുക്കാൻ. ഈ തൈര് ഒരു ഹാൻഡ് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഈ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പൊ കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് നല്ല സ്മൂത്ത് ആക്കി ഇത് എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി കട്ടകളെല്ലാം ഉടച്ചെടുത്ത തൈരിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ തൈരിൽ കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടിയുണ്ട്. തൈര് നല്ല ലൂസ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത്. പാലിന്റെ ഒക്കെ കട്ടിയില്ലേ ആ ഒരു രീതിക്ക് വേണം എടുക്കാൻ. നമ്മൾ എടുക്കുന്ന തൈരിന്റെ കട്ടിക്ക് അനുസരിച്ചിരിക്കും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ എടുത്ത തൈര് നല്ല കട്ടിയുള്ള തൈര് ആയതുകൊണ്ട് 1/2 കപ്പ് വെള്ളം കൂടി ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ. ഇപ്പൊ ഞാൻ 2 കപ്പ് തൈരിന് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യമേ ഇതൊക്കെ ചെയ്ത് വെക്കുക. ഞാനിപ്പോ ഇത് ആദ്യമേ ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ മഞ്ഞൾപ്പൊടിയുടെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയും പച്ചമണമൊക്കെ ഇതാ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. ഇതിലേക്ക് തൈരിൽ വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്ന മോര് ഒഴിച്ചു കൊടുക്കുക. മോര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിം വെക്കുക. എന്നിട്ട് കൈവിടാതെ ഇത് ഇളക്കി കൊടുക്കുക. ഇത് തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. കൂടുതൽ ചൂടായാൽ മോര് പിരിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ മോര് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഉപ്പ് കുറവായതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം പുളിയുള്ള തൈരായതുകൊണ്ട് 1.5 ടീസ്പൂൺ ഉപ്പ് കറക്റ്റ് ആണ്. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പിന്റെ അളവും കൂടും. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പുളിയും ചെറിയൊരു എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്ന മോര് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഒരുപാടൊന്നും ചേർക്കരുത്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ലാസ്റ്റില് ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. 2 നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടി പോകരുത്. 2 നുള്ള് മാത്രം എടുത്താൽ മതിയാകും. നമ്മൾ കടുക് താളിച്ചപ്പോൾ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 നുള്ള് മാത്രം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ ലാസ്റ്റില് 1 തണ്ട് കറിവേപ്പിലയും കൂടി കൈകൊണ്ട് ഇതുപോലെ ഞെരടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കറിവേപ്പില ഞെരടി ഇടുമ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഈ കറിയിലേക്ക് ഇറങ്ങി വരും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ മോര് കറി അല്ലെങ്കിൽ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോര് കറിയാണിത്. തേങ്ങ ഒന്നും അരയ്ക്കാതെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന മോര് കറിക്ക് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല ചോറുണ്ണാൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു ഓണം സദ്യ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.